ഹലോ വ്യൂവേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാമ്പു ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ബാമ്പു ചെടി എന്ന് പറയാൻ നമുക്കിതിനൊക്കത്തില്ല. നമ്മൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഇത് കാണാൻ സാധിക്കും. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ബഹ്റൈനിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു സ്ഥലത്ത് കണ്ടപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്ത് വിടുവാണ്. ഇത് ഒരു തണ്ടിൽ മാത്രം നട്ടിട്ടുള്ള ഒരു ബാമ്പുവാണ്. പ്രത്യേകിച്ച് ഈ ബാമ്പു നമ്മൾ വെക്കുന്നത് തന്നെ സാമ്പത്തികപരമായിട്ട് നമുക്കൊരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഒറ്റൊരു തണ്ടിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സാമ്പത്തികമായി വല്ല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, അതൊരു പരിഹാരം എന്ന ഒരു നിലയിൽ നമ്മൾ ബാമ്പു എല്ലാവരും വീട്ടിൽ വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കടകളിലാണെങ്കിലും നമ്മളെ വ്യാപാര സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെയായാലും വെക്കാറുണ്ട് കേട്ടോ. ഇതിലൊരു വെള്ള പൂവും കൂടെ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ചെടിയാണ്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, ബാമ്പുവിൽ ഒരിക്കലും പൂവ് ഇങ്ങനത്തെ ചെടിയിൽ പൂവുകൾ ഉണ്ടാറില്ല. അതുപോലെ തന്നെ എനിക്കും വീട്ടിൽ ഞാൻ ബാമ്പു ഒരുപാട് തവണ വെച്ചതാണ്. ബാമ്പു വെക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദിശകളും കാര്യങ്ങളും സമയങ്ങളും എല്ലാം നോക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാൻ 100% സഹായകമാണ്. നേരെ മറിച്ച് നമ്മളത് വെക്കുന്ന ദിശയും അതുപോലെ കാലവും അതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനാൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ഒരു 2 തവണ ഇതേപോലെ ബാമ്പു വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്തായാലും അല്ലാത്ത സമയത്തായാലും ഞാനൊക്കെ വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് കേട്ടോ. ഇത് ചെടിയിലാണുള്ളത്. ഇത് മൺചട്ടിയിലാണ് ഈ ഒരു ബാമ്പു ഇരിക്കണത്. പക്ഷെ ഞാൻ നട്ടു വെച്ചത് വെള്ളത്തിലായിരുന്നു. 10 അല്ലെങ്കിൽ അതിനൊരു കണക്കുണ്ട്, 17, 15 അങ്ങനെ എന്തൊക്കെ കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ഒരു കെട്ടായിട്ടാണ് ബാമ്പു കിട്ടാറുള്ളത്. അതിൽ നമ്മൾ ചിലവർ പറയും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം, ചിലവർ പറയും അതിലുള്ള വെള്ളം മാറ്റാൻ പാടില്ല. ശരിക്കും വെള്ളം മാറ്റണം എന്നാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നത്. ശരിക്കും ഇത് ബാമ്പു നമ്മൾ എവിടെ നിന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. കടയിൽ നിന്ന് നമ്മളെ പൈസ കൊടുത്തിട്ട് വാങ്ങണം. അത് ഇതായാലും ബാമ്പു ചെടി ആയാലും മണി പ്ലാന്റ് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെന്നെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് നടാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ മണി പ്ലാന്റ് അത്ര വലിയൊരു പ്രശ്നമല്ലെങ്കിലും ബാമ്പുവിന് ഇത് വളരെയധികം ബാധകമാണ്. അപ്പോൾ ചെടികൾ എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വാങ്ങിച്ചു. ആദ്യം ഒരു തവണ വാങ്ങിച്ചു, അതൊരു സ്ഥലത്ത് വെച്ചു. അത് പിന്നെ ഇച്ചിരി ശ്രദ്ധിക്കാൻ പറ്റാത്തപ്പോൾ അതൊരു മഞ്ഞ കളറ് വന്നു. അതിൻ്റെ ഇലയൊക്കെ ഇതായിപ്പോയി, ചീഞ്ഞു പോയി, നശിച്ചു പോയി. എന്നിട്ട് അത് ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് വേറൊരെണ്ണം വാങ്ങി വെച്ചു. അതും ഈ പറഞ്ഞ പോലെ തന്നെ അതും ഏകദേശം ഒരു മഞ്ഞ കളറൊക്കെ ആയി വന്നു. അപ്പം തന്നെ എനിക്ക് ഏകദേശം ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പം അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരും കാര്യങ്ങളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ബാമ്പു വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ ഫെങ്ഷി പ്രകാരം ഞാൻ വേറൊരു സാറിനോട് ചോദിച്ചിട്ടാണ് ബാമ്പു പിന്നെ വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.